ഏകദേശം ഒരു 97-98 കാലമൊക്കെ എത്തി ഇപ്പോൾ വിജയ് ഒരു നായകൻ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ ഒരു ഹിറ്റ് മേക്കർ ശങ്കർ, അന്നത്തെയും ഇന്നത്തെയും എന്ന് തന്നെ പറയാം, ഹിറ്റ് മേക്കറാണ് ശങ്കർ. ശങ്കർ അന്ന് ഒരു സിനിമ പ്ലാൻ ചെയ്തു, ഒരു പൊളിറ്റിക്കൽ സിനിമ. അപ്പോൾ അതേപോലെ വിജയിനെ അപ്രോച്ച് ചെയ്തു. പക്ഷേ വിജയ്ക്ക് പൊളിറ്റിക്കൽ സിനിമയോട് അന്നൊരു താല്പര്യമില്ലായ്മ. ഇനി വിജയ് പറഞ്ഞു ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല, നമുക്ക് വേറൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ശങ്കർ അന്നത് അർജുനെ വെച്ച് ചെയ്തു. അത് ഭയങ്കര ഹിറ്റായി. അതാണ് മുതൽവൻ. ഇതേപോലെ വിജയുടെ ഒപ്പം ഏകദേശം ഒരേ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനായിരുന്നു പ്രശാന്ത്. ഇതേപോലെ പ്രശാന്ത് ചെയ്തൊരു സിനിമ ജോഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ജോഡിയും വിജയുടെ അടുത്ത് എത്തിയ സ്ക്രിപ്റ്റായിരുന്നു, പക്ഷെ വിജയ് ചെയ്തില്ല. അങ്ങനെ ആ സിനിമ ചെയ്തത് പ്രശാന്താണ്. പിന്നെ വിജയുടെ പോലെ തന്നെ നമുക്കിഷ്ടമുള്ള തല അജിത്തിനെ തലയാക്കിയ സിനിമയുണ്ട് ദീന, നമ്മുടെ AR മുരുകദാസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് മുരുകദാസ് ആദ്യം ആലോചിച്ചിരുന്നത് വിജയിനെയാണ്, പക്ഷേ വിജയ്ക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അജിത്ത് ചെയ്തു, പണം ഭയങ്കര ഹിറ്റായി. നമുക്കറിയാം അജിത്തിനെ തല എന്ന് വിളിച്ചു തുടങ്ങിയത് ആ സിനിമയ്ക്ക് ശേഷമാണ്. ഏകദേശം കരിയറിലെ കുറച്ച് സിനിമകളൊക്കെ ഫ്ലോപ്പായി നിൽക്കുന്ന സമയത്താണ് വിജയ്ക്ക് 2003 തിരുമലൈ വരുന്നത്. തിരുമലയ്ക്ക് ശേഷം പിന്നെ നമുക്കറിയാം വിജയുടെ ഗില്ലി, തിരുപ്പാച്ചിയൊക്കെ പോലത്തെ കുറേ ഹിറ്റ് സിനിമകൾ സംഭവിച്ചു. ഇതിൽ ഈ ഒരു ഹിറ്റ് സിനിമകളുടെ ഇടയ്ക്ക് വിജയ്ക്ക് വന്ന ഒരു സിനിമയായിരുന്നു സണ്ടക്കോഴി. നമുക്കത് വിശാലാണ് ആ റോള് ചെയ്തത്. വിശാലിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെ സിനിമയാണ്. ശരിക്കും സണ്ടക്കോഴി അന്ന് വിജയനെ അപ്രോച്ച് ചെയ്തതാണ്. ലിങ്കുസ്വാമി ആയിരുന്നു സംവിധായകൻ. പക്ഷേ ആ സിനിമ ശരിക്കും ഒരു വിജയുടെ ഒക്കെ ഒരു ഫോർമാറ്റിലുള്ള സിനിമ തന്നെയാണ്. പക്ഷേ വിജയ് അന്ന് അത് നായകനോളം തന്നെ ഒരു പ്രാധാന്യം നായകൻ്റെ അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു വിജയ് അന്നൊരു സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്നതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് നായകന് വേണം എന്നുള്ളതുകൊണ്ട് വിജയ റോൾ റിജക്റ്റ് ചെയ്തു. പക്ഷേ നമുക്ക് സിനിമ കാണുമ്പോൾ പറയാം അത് വിശാലിൻ്റെ പോലത്തെ ഒരു അപ്കമിങ് ആക്ടർക്ക് പറ്റിയ റോള് തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സണ്ടക്കോഴി, അത് വിജയുടെ തീരുമാനം കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ വിജയ് ചെയ്തിരുന്നെങ്കിൽ വിജയ് ഫാൻസിന് ചിലപ്പോൾ അത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ ആ സിനിമ വിശാൽ ചെയ്തു, പടം സൂപ്പർ ഹിറ്റായി. വിക്രമിൻ്റെ കരിയറിൽ ആ സമയത്ത് ഏറ്റവും വലിയൊരു ഹിറ്റാണ് ധൂള്. നമ്മൾ ജെമിനി കഴിഞ്ഞിട്ട് വിക്രം ചെയ്ത സിനിമയാണ്. ശരിക്കും ധൂൾ ആദ്യം പ്ലാൻ ചെയ്തത് വിജയിനെ വെച്ചായിരുന്നു. പക്ഷേ വിജയ്ക്ക് അന്ന് ഡേറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ അങ്ങനെ വിജയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ സിനിമ വിക്രം ചെയ്തു. എനിക്കൂടെ അതുവരെ വിക്രം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവി ചെയ്തിട്ടില്ല. അത് ചെയ്തു, പടം ഭയങ്കര ഹിറ്റായി. ഇതൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞ തുടക്കകാലത്ത് വിജയുടെ സിനിമയാണ്. തുടക്കകാലത്ത് 90s-ലും 2000-ലൊക്കെ. 2010-ന് ശേഷം, അതായത് ഒരു റീസെൻ്റ് ആയിട്ടൊന്ന് പറയാം, കഴിഞ്ഞ ഒരു 15 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ വിജയുടെ മനസ്സിൽ കരുതിയില്ല, അല്ലെങ്കിൽ വിജയുടെ അടുത്ത് ആദ്യം വിജയനെ അപ്രോച്ച് ചെയ്തിരുന്ന കുറച്ച് സിനിമകളുണ്ടായിരുന്നു. അതിലൊന്നാണ് അനേകൻ. നമുക്കറിയാം ധനുഷിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു പലതരം വേഷങ്ങളിലാണ് ധനുഷ് ആ സിനിമയിൽ വരുന്നത്. ആ സിനിമ വിജയനെ വെച്ച് പ്ലാൻ ചെയ്തതാണ്. KV ആനന്ദ് ഹിറ്റ് ഡയറക്ടറാണ്. പക്ഷേ വിജയ് കാരണം നമുക്കറിയാം വിജയുടെ ഒരു പാറ്റേണിലുള്ള സിനിമയല്ലാത്തതുകൊണ്ട് വിജയുടെ ഒരു സെൻസ് തന്നെയായിരിക്കും. വിജയ് പറഞ്ഞത് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് ധനുഷിൻ്റെ അടുത്തെത്തി. ധനുഷ് നന്നായി ആ സിനിമ ചെയ്തു. ഇതേപോലെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അത് എത്രത്തോളം സത്യമെന്ന് അറിയില്ല, കേട്ടിട്ടുള്ള കാര്യമാണ് സിംഗം ആദ്യം ഡയറക്ടർ ഹരി വിജയായിരുന്നു മനസ്സിലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അത് സൂര്യ അല്ലാതെ നമുക്ക് ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം സൂര്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഗം 1-ഉം 2-ഉം ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അത് വേറെ പല ഭാഷകളിലേക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ തന്നെ ശരിക്കും ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. സൂര്യയുടെ സൂപ്പർ സ്റ്റാറാണ് എങ്കിലും പോലും കുറച്ചും കൂടി ഒരു വേറെ ലെവലിൽ സൂര്യ എത്തിയ സിനിമയായിരുന്നു സിംഗം. അത് വിജയിനെ വെച്ച് പ്ലാൻ ചെയ്താന്ന് കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ അത് പിന്നെ സൂര്യയിലേക്ക് എത്തി, അത് സൂപ്പർ ഹിറ്റായി.